ബ്രഹ്മാവിൻ്റെ ഭഗവത് സ്തുതി തുടരുന്നു. 16-ാമത്തെ ശ്ലോകം. അത്രൈവ മായാദമനാവതാരേ അസ്യ പ്രപഞ്ചസ്യ ബഹിസ്ഫുടസ്യ കൃഷ്ണസ്യ ചാന്തർജഠരേ ജനന്യാഃ മായാത്വമേവ പ്രകടീകൃതം തേ. അങ്ങയെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ മായാബാധ കൂടാതെ കാത്തുരക്ഷിക്കുന്ന ഭഗവാനെ, ബാഹ്യത്തിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഈ അവതാരത്തിൽ തന്നെ ഈ പ്രപഞ്ചം സമസ്തവും സത്യമല്ലെന്ന് അങ്ങയുടെ ജനനിയായ യശോദയ്ക്ക് കാട്ടിക്കൊടുത്തിരിക്കുന്നുവല്ലോ. അങ്ങ് മണ്ണ് തിന്നിരിക്കുന്നുവെന്ന് ഗോപാലന്മാർ ജനനിയോട് പറഞ്ഞപ്പോൾ അങ്ങയുടെ വായു തുറന്ന് കാണിക്കുവാൻ നിർബന്ധിച്ച മാതാവിന് അങ്ങയുടെ ജഡാന്തർഭാഗത്തിൽ സമസ്ത ലോകവും അങ്ങ് കാട്ടിക്കൊടുത്തില്ലേ. അതിനാൽ ബാഹ്യത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ചം മിഥ്യയാണെന്നും പ്രപഞ്ചം അങ്ങയുടെ അന്തർഭാഗത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും വ്യക്തമായല്ലോ. 17-ാമത്തെ ശ്ലോകം. യസ്യ കുക്ഷോവിദം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ. ബാഹ്യപ്രപഞ്ചത്തിൻ്റെ പ്രതിബിംബമല്ല അങ്ങയുടെ ഉള്ളിൽ പ്രകാശിച്ചത്. അങ്ങയുടെ ഉള്ളിൽ പ്രപഞ്ചത്തെ കണ്ടതുകൂടാതെ അങ്ങയെയും അതോടൊരുമിച്ചു കണ്ടു. പ്രപഞ്ചം പ്രതിബിംബിക്കാൻ കണ്ണാടിയുടെ സ്ഥാനം സ്വീകരിച്ച അങ്ങയിൽ താൻ തന്നെ പ്രതിബിംബിക്കാൻ പാടില്ലാത്തതാണ്. അതിനാൽ ഈ വിധം പ്രകാശിച്ചു കണ്ടത് മായയല്ലെങ്കിൽ പിന്നെ എന്താകുന്നു? വേറെ എന്താണെന്ന് പറയാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതിനാൽ ഇത് സകലവും മായ തന്നെ. 18-ാമത്തെ ശ്ലോകം. അദ്യൈവ ത്വദ്ഹൃദയസ്യ കിം മമാനദേ മായാത്വമാദർശിതം ഏകോസി പ്രഥമം തതോ വ്രജസുഹൃ വത്സാ സമസ്ത അഭി താവന്തോസി ചതുർഭുജാസ്തദഖിലൈ സാകം മയോപാസിതാഃ സ്ഥാവന്ത്യേവ ജഗന്ത്യഭൂസ്തദമിദം ബ്രഹ്മാദ്വയം ശിക്ഷ്യതേ. അങ്ങയുടെ ജനനിക്ക് ജഗന്മിഥ്യാത്വത്തെ കാട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല, എനിക്കും ഇപ്പോൾ അനുഭവപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങയെ കൂടാതെ ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ഉണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് മുഴുവനും മായ തന്നെ എന്ന് എനിക്കിപ്പോൾ തന്നെ അങ്ങ് കാട്ടിത്തന്നില്ലയോ? ഗോവത്സങ്ങളെയും ഗോപകുമാരന്മാരെയും ഞാൻ അപഹരിക്കുന്നതിന് മുമ്പ് അങ്ങ് ഒരു രൂപത്തെ മാത്രം ധരിച്ചവനായിരുന്നു. ഞാൻ അവയൊക്കെ മറച്ചപ്പോൾ വ്രജത്തിൽ നിന്ന് എത്ര പശുക്കുട്ടികളും ബാലകന്മാരും അങ്ങയോടൊരുമിച്ച് വൃന്ദാവനത്തിലേക്ക് വന്നുവോ, അത്രയും സ്വരൂപങ്ങൾ അങ്ങു തന്നെ സ്വീകരിച്ചതായിട്ടും അവർക്കെല്ലാം 4 കൈകളുള്ളതായിട്ടും അവരെ എല്ലാവരെയും വെവ്വേറെ ഞാനും എന്നോടൊരുമിച്ച് സകല ദേവന്മാരും അങ്ങയുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തവരുടെ ദൃഷ്ടിയിൽ ഏകനായിരിക്കുന്ന അങ്ങ് പ്രകൃതിയിൽ അധിവസിക്കുന്നവനായിട്ട് ലോകത്തിൻ്റെ സൃഷ്ടികാര്യത്തെ നടത്തുമ്പോൾ ഞാൻ ബ്രഹ്മാവ് എന്ന പോലെയും പരിപാലന വ്യാപാരത്തെ നടത്തുമ്പോൾ ഈ അങ്ങ് വിഷ്ണു എന്ന പോലെയും നശിപ്പിക്കുന്നതായ സമയത്തിൽ പരമശിവനെ പോലെയും പ്രകാശിക്കുന്നു. ഇങ്ങനെ അറിവില്ലാത്തവരുടെ നേരെ മായയെ വിസ്തരിച്ച് ബഹുരൂപനെന്ന് അവർക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങ് ഏകൻ തന്നെയാണ് സത്യസ്വരൂപൻ. തത്വാധിഷ്ഠാന ദേവതകളും ഉപാസിക്കുന്നതായിട്ടും ഓരോരുത്തരെയും ഓരോരോ ബ്രഹ്മാണ്ടം ചുറ്റിയിരിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. ഈ എൻ്റെ അനുഭവത്തെ പരീക്ഷിക്കുന്നതായാൽ തന്നെ അപരിച്ഛിന്നമായും അദ്വയവുമായിരിക്കുന്ന ബ്രഹ്മം അങ്ങുതന്നെ. അതുമാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. മറ്റൊക്കെയും മായ തന്നെ എന്നറിയുന്നതിന് യാതൊരു തടസ്സവുമില്ല. 19-ാമത്തെ ശ്ലോകം. അജാനതാം ത്വത്പദവീമനാത്മാത്മനാ ഭാസി വിദത്യമായാം സൃഷ്ടാ വിവാഹം ജഗതോ വിധാന ഇവ ത്വമേഷോന്ത ഇവ ത്രിനേത്രഃ. 20-ാമത്തെ ശ്ലോകം. സുരേഷു ഋഷീഷ്വ തദൈവ നൃഷ്വഭി തിര്യക്ഷു യാദസ്വഭിധേ ജനസ്യ ജന്മാ സദാം ദുർമദ നിഗ്രഹായ പ്രഭോ വിധാത സദനുഗ്രഹായ ച. ഹേ പ്രഭോ, ഹേ ഈശ്വര, ഹേ സൃഷ്ടികർത്താവേ, അങ്ങേക്ക് കർമാധീനമായിരിക്കുന്ന ജന്മമില്ലെങ്കിലും സന്മാർഗത്തിൽ നിന്നു തെറ്റാതെയിരിക്കുന്ന സത്പുരുഷന്മാരെ അനുഗ്രഹിക്കാനും അവരെ
നിഷ്കാരണമായിട്ട് ഉപദ്രവിച്ച് ലോകത്തെ ദുഃഖിപ്പിക്കുന്ന ദുർജനങ്ങളുടെ മതത്തെ നശിപ്പിച്ച് അവരെയും സന്മാർഗനിഷ്ഠന്മാരാക്കി തീർക്കാനും വേണ്ടി അങ്ങ് ദേവന്മാരിൽ വാമനാദികളായിട്ടും ഋഷികളിൽ പരശുരാമാദികളായിട്ടും മനുഷ്യരിൽ രാമകൃഷ്ണന്മാരായിട്ടും തിര്യക്കുകളിൽ വരാഹാദികളായിട്ടും ജലജന്തുക്കളിൽ മത്സ്യാദികളായിട്ടും സ്വേച്ഛയാൽ സ്വരൂപങ്ങൾ ധരിച്ച് ലോകത്തെ രക്ഷിക്കുന്നു. 21 ശ്ലോകം. കോ വേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോതിർഭവതസ്ത്രിലോക്യാം കോ വാ കഥം വാ കതി വാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. ഹേ അപരിച്ഛിന്ന സർവൈശ്വര്യയുക്ത സർവാന്തര്യാമിൻ യോഗേശ്വര, അങ്ങയുടെ സ്വരൂപശക്തിയെ ഏതുവിധം ഏതൊരു ദിക്കിൽ എത്രത്തോളം ഏതു സമയത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് കളിക്കാനാണ് വിചാരിക്കുന്നത് എന്നും എവിടെ നിന്നാണ് ഈ വിധം ശക്തി ഉണ്ടാകുന്നതെന്നും ഏതേതു വിധം ലീലകൾ കൊണ്ടാണ് അങ്ങയുടെ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് വിചാരിക്കുന്നതെന്നും ഈ 3 ലോകത്തിനുള്ളിൽ ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ? ആർക്കും കഴിയുകയില്ല. അതിനാൽ അങ്ങയുടെ മഹിമ വർണ്ണിക്കാൻ ഞാൻ ആരാണ്? തീരെ അശക്തൻ തന്നെ. 22 ശ്ലോകം. തസ്മാദിദം ജഗദശേഷമസത്സ്വരൂപം സ്വപ്നാഭമസ്തദിഷണം പുരുദുഃഖദുഃഖം ത്വയ്യേവ നിത്യസുഖബോധതനാവനന്ദേ മായാദൗദ്യതബിയത് സതിവാവഭാതി. ഈ പ്രപഞ്ചം സത്യമെന്ന പോലെ പ്രകാശിക്കുന്നത് അങ്ങാകുന്ന അധിഷ്ഠാനത്തെ ആശ്രയിച്ചതിനാലാണ്. അങ്ങയെ കൂടാതെ ഈ പ്രപഞ്ചം മിഥ്യയാകുന്നു. അങ്ങയുടെ അചിന്ത്യമായ ശക്തിയിൽ നിന്ന് ജനിച്ചതാകയാൽ പ്രപഞ്ചത്തിന് പരമാർത്ഥ സ്വരൂപമില്ല. അജ്ഞാനനിമിത്തം ഉള്ളതുപോലെ തോന്നുക മാത്രമാകുന്നു. അങ്ങയെ കൂടാതെ പ്രപഞ്ചത്തിന് യഥാർത്ഥ പ്രകാശവുമില്ല. നിദ്രയിൽ തോന്നുന്ന സ്വപ്നങ്ങൾ ഏതുവിധം നിദ്രാവസാനത്തിൽ അസത്യങ്ങളായി അനുഭവപ്പെടുന്നുവോ അതുപോലെ അജ്ഞാനം നശിക്കുമ്പോൾ പ്രപഞ്ചവും അസത്യമാണെന്ന് അനുഭവപ്പെടും. നിത്യാനന്ദ ബോധസ്വരൂപനായ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ പ്രപഞ്ചം നിത്യമെന്ന പോലെയും ചേതനമെന്ന പോലെയും കാണപ്പെടുന്നത് അധിഷ്ഠാനഭൂതനായ അങ്ങയുടെ സംബന്ധം നിമിത്തമാകുന്നു. 23 ശ്ലോകം. ഏകസ്ത്വമാത്മാ പുരുഷപുരാണഃ സത്യസ്വയം ജ്യോതിരനന്ത ആദ്യഃ നിത്യോക്ഷരോജസ്രസുഖോ നിരഞ്ജനഃ പൂർണ്ണോദ്വയോ മുക്ത ഉപാധിതോ മൃതഃ. അങ്ങൊരുവൻ തന്നെയാണ് സത്യസ്വരൂപൻ. എന്തുകൊണ്ടെന്നാൽ ആത്മാവായിരിക്കുന്നതിനാൽ തന്നെ അങ്ങു ജന്മാദി വികാരശൂന്യനാണ്. ചരാചര സ്വരൂപമായ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും മുമ്പേയുള്ളവനാകയാൽ അങ്ങ് ആദ്യനാകുന്നു. അതുകൊണ്ട് ജന്മഹീനൻ. കാര്യത്തിൻ്റെ ഉൽപ്പത്തിക്കും മുമ്പേ ഇരിപ്പുള്ളവനാകയാൽ കാരണസ്വരൂപൻ. കാര്യോൽപ്പത്തിക്കും മുമ്പേ ഉള്ളവനാണെന്ന് പറയാൻ കാരണമെന്തെന്നാൽ അങ്ങ് പുരുഷനാകുന്നതുകൊണ്ട് അങ്ങ് നിത്യനാകുന്നു. അതിനാൽ എന്നുമുള്ളവൻ, അതുകൊണ്ട് എങ്ങും നിറഞ്ഞവൻ, അതിനാൽ എപ്പോഴും സുഖസ്വരൂപനും നാശരഹിതനും അമൃതസ്വരൂപനുമാകുന്നു. അതിനാൽ വൃദ്ധി, വിപരിണാമം, അപക്ഷയം, വിനാശം എന്നീ വികാരങ്ങൾ ഇല്ലാത്തവൻ. അങ്ങ് അനന്തനും അദ്വയനുമാകുന്നതുകൊണ്ട് പൂർണ്ണൻ. അങ്ങയെ കൂടാതെ അന്യപദാർത്ഥന് സത്യമില്ലാത്തതിനാൽ പരിപൂർണനും അത് നിമിത്തം അപരിച്ഛേദ്യനുമാകുന്നു. 24 ശ്ലോകം. ഏവം വിധാത്വാം സകലാത്മനാഭി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ ഗുർവർക്കലബ്ധോപനിഷത്സു ചക്ഷുഷാ ഏതേ തരന്തീവ ഭവാനൃതാംബുധീം. ഇപ്രകാരം ഇരിക്കുന്നവനും സകല ആത്മാക്കളുടെയും സ്വാത്മാവുമായിരിക്കുന്ന അങ്ങയെ ഗുരുവാകുന്ന സൂര്യനിൽ നിന്നു ലഭിച്ച ജ്ഞാനമാകുന്ന കണ്ണുകൊണ്ട് ആത്മാവിൻ്റെ ആത്മാവായിട്ട് യാതൊരുത്തൻ കാണുന്നുവോ അവർ സംസാരമാകുന്ന അസത്യമായ സമുദ്രത്തെ കടക്കുന്നുവോ എന്നു തോന്നുന്നു. 25 ശ്ലോകം. ആത്മാനമേവാത്മതയാ വിജാനതാം തേനൈവ ജാതം നിഖിലം പ്രപഞ്ചിതം ജ്ഞാനേന ഭൂയോപി ച തത്പ്രലീയതേ രജ്വാമഹേർഭോഗഭവാഭവൗ യഥാ. ആത്മാവിനെ തന്നെ യഥാർത്ഥമായ ആത്മാവെന്ന് ധരിക്കാതെ
ദേഹാദികളെ ആത്മാവെന്ന് ധരിക്കുന്ന അജ്ഞാനികൾക്ക് ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിൽ ദേഹത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള വിചാരം ജനിക്കുന്നു. ഇതിന് മോഹം, അജ്ഞാനം എന്ന് പറയാം. മങ്ങിയ ഇരുട്ടിൽ വഴിമധ്യേ കിടക്കുന്ന കയർ കണ്ടിട്ട് പാമ്പാണെന്ന് വിചാരിച്ച് ഭ്രമിക്കുകയും ഭയപ്പെട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു. പാമ്പ് കയറാണെന്നുള്ള അറിവുണ്ടാകുമ്പോൾ പാമ്പാണെന്നുള്ള ബുദ്ധി നശിക്കുന്നു. അതുപോലെ ആത്മാവിനെ തന്നെ ആത്മാവായിട്ട് ധരിക്കുമ്പോൾ പ്രപഞ്ചം ലയിക്കുന്നു. അതുവരെയുണ്ടായിരുന്ന അനർത്ഥവും നശിക്കുന്നു. 26-ാമത്തെ ശ്ലോകം. അജ്ഞാനസംജ്ഞൗ ഭവബന്ധമോക്ഷൗ ദ്യോ നാമനാന്യോസ്തഹൃദജ്ഞഭാവാത് അജസ്രചിത്താത്മനി കേവലേ പരേ വിചാര്യമാണേ തരണാവിവാഹനീ. സംസാരബന്ധമെന്നും അതിൽ നിന്നുള്ള മോക്ഷമെന്നുമുള്ള രണ്ടു സംജ്ഞകൾ ആത്മസ്വരൂപജ്ഞാനത്തിൽ നിന്നുണ്ടായി എന്നു മാത്രമല്ലാതെ രണ്ടു ഭാവങ്ങൾ പരമാർത്ഥത്തിലില്ല. അബാധിതവും ചിത്സ്വരൂപവുമായ യാതൊരു പരമാർത്ഥ ഭാവമോ അതുമാത്രം എപ്പോഴും ഇരിക്കുന്നു. ഈ ഭാവത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയിൽ ബന്ധമോക്ഷങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരമാർത്ഥ ബോധാവസ്ഥയിൽ ഇല്ലാത്തവയാണെന്ന് അറിയുകയും ചെയ്യുന്നു. സൂര്യൻ എപ്പോഴും ഒരുപോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ പ്രകാശത്തെ ചിലർ അനുഭവിച്ചറിയുന്നു. ആ സമയത്തിന് പകലെന്നും പ്രകാശാനുഭവം ഇല്ലാതിരുന്ന സമയത്ത് രാത്രി എന്നു പേർ കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൽപ്പിതങ്ങളായ ദിവസരാത്രികൾ സൂര്യനിൽ എങ്ങനെ ഇല്ലാത്തവയോ അതുപോലെ അജ്ഞാനാവസ്ഥകളിൽ കൽപ്പിക്കപ്പെടുന്നു ബന്ധമോക്ഷാവസ്ഥകൾ ആത്മാവിൽ ഇല്ലാത്തവയാകുന്നു. 27-ാമത്തെ ശ്ലോകം. ത്വാമാത്മാനം പരം മത്വാ പരമാത്മാനമേവ ച ആത്മാ പുനർബഹിർമൃഗ്യ അഹോജ്ഞജനദാജ്ഞത. ആത്മാവായിരിക്കുന്ന അങ്ങയെ അന്യനെന്നതും അനാത്മത്തെ ആത്മാവെന്നും വിചാരിച്ചിട്ട് ആത്മാവിനെ പുറമേ തിരയേണ്ടതാണെന്ന് വിചാരിക്കുന്നു. അജ്ഞാന സമൂഹത്തിൻ്റെ അജ്ഞാനം ആശ്ചര്യം തന്നെ. 28-ാമത്തെ ശ്ലോകം. അന്തർഭവേനന്ദഭവന്തമേവ ഹ്യദത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്തഹിമന്തരേണ സന്തം ഗുണം തം കിമുയന്തി സന്തഃ. ഹേ അപരിച്ഛിന്ന സ്വരൂപ, വിവേകികൾ പ്രത്യക് സ്വരൂപത്തിൽ തന്നെ പരമാത്മാവിനെ അന്വേഷിക്കുന്നു. സർപ്പമെങ്കിലും സർപ്പമല്ലെന്നുള്ള ജ്ഞാനത്തോടുകൂടി നിഷേധിക്കാതിരുന്നാൽ അന്തികത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ രജ്ജുവിനെ രജ്ജുവെന്ന് സത്തുക്കൾ ധരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ചിജ്ജഡസ്വരൂപമായ ദേഹാദി പ്രപഞ്ചത്തിൽ നിന്ന് ജഡങ്ങളെ നീക്കിയാൽ മാത്രമേ പ്രത്യക് സ്വരൂപനായ ആത്മാവിനെ അറിയാൻ കഴിയൂ. 29-ാമത്തെ ശ്ലോകം. അതാപി തേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീതയേവ ഹി ജാനാതി തത്വം ഭഗവന്മഹിംനോ ന ചാന്യേകോപി ചിരം വിജിന്വൻ. എങ്കിലും ഹേ ഭഗവാനെ, ബഹുവിധ ലീലകൾ കൊണ്ട് സൃഷ്ട്യാദി ലീലകൾ കൊണ്ട് സർവദാ ക്രീഡിക്കുന്നവനായ അങ്ങയുടെ പാദപത്മത്തെ യാതൊരുവൻ ഉപാസിക്കുന്നുവോ അവനെക്കുറിച്ച് മാത്രം അങ്ങ് സന്തോഷിക്കുന്നു. അങ്ങയുടെ കാരുണ്യലേശത്തെ പ്രാപിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരുവൻ മാത്രം അങ്ങയുടെ മാഹാത്മ്യം അറിയുന്നു. അങ്ങനെ അല്ലാത്തവർ ഏകാന്ത സ്ഥലത്തിൽ ബഹുകാലം വിചാരിച്ചു കൊണ്ടിരുന്നാലും അവൻ അങ്ങയുടെ തത്വം അറിയുന്നില്ല. 30-ാമത്തെ ശ്ലോകം. തതസ്തു മേ നാദസ ഭൂരിഭാഗോ ഭവേത്രവാന്യത്ര തുവാതിരശ്ചാം ഏനാഹമേകോപി ഭവജ്ജനാനാം ഭൂത്വാ നിഷേവേ തവ പാദപല്ലവം. ഹേ സ്വാമിൻ, അങ്ങയുടെ ദാസനായ എന്നിൽ അങ്ങയുടെ അനുഗ്രഹം തന്നെ ഉണ്ടായി വരണം. എനിക്ക് ആ ഒരു മഹാഭാഗ്യം മാത്രം ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. ഏതൊരുവിധം ഭാഗ്യം സിദ്ധിച്ചാൽ ഞാൻ ബ്രഹ്മാവിൻ്റെ നില സിദ്ധിച്ചിരിക്കുന്ന ഈ ജന്മത്തിലോ കർമ്മവശാൽ ഇതിൽ നിന്ന് താണ തിരീക്കുകളുടെ യോനിയിൽ പ്രവേശിക്കാൻ ഇടവന്നാൽ അതിലോ എന്നുവേണ്ട ഏതുവിധം ജന്മം ലഭിച്ചാലും ആ ജന്മത്തിൽ ഞാൻ അങ്ങയുടെ പാദപത്മത്തെ സേവിക്കുന്നവരിൽ ഒരുവനായി ഭവിച്ച് അങ്ങയെ സേവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണമേ. 31-ാമത്തെ ശ്ലോകം. അഹോദിധന്യ വ്രജഗോരമണ്യഃ സ്തന്യാമൃതം പീതമതീവ തേ മുദാ
യാസാം വിഭോ വത്സതരാത്മജാത്മന യതൃപ്തയേധ്യാഭിനചാലമധ്വരാഹ. വ്രജത്തിലുള്ള പശുക്കളും ഗോപസ്ത്രീകളും ഏറ്റവും ധന്യകളാകുന്നു. അഹോ മഹാശ്ചര്യം! എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഗോപകുമാരന്മാരുടെ വേഷം ധരിച്ച് ഗോപസ്ത്രീകളുടെയും പശുക്കുട്ടികളുടെയും രൂപം ധരിച്ച് പശുക്കളുടെയും മുലപ്പാൽ അമൃത് എന്ന പോലെ അതിസ്വാദോടുകൂടിയും അത്യധികമായ സന്തോഷത്തോടുകൂടിയും പാനം ചെയ്തുവല്ലോ. ഇതിന്മീതെ അവർക്ക് സിദ്ധിക്കേണ്ടതായ ഭാഗ്യം എന്തിരിക്കുന്നു? അതിനാൽ ഗോക്കളും ഗോപികളും ദേവാദികളായ ഞങ്ങളെക്കാൾ ധന്യധന്യകൾ. 32 ശ്ലോകം. അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. നന്ദഗോപരുടെ വ്രജത്തിൽ വസിക്കുന്നവരുടെ ഭാഗ്യം അത്യാശ്ചര്യം. എന്തുകൊണ്ടെന്നാൽ എങ്ങും നിറഞ്ഞും എപ്പോഴും ആനന്ദമായിരിക്കുന്ന ബ്രഹ്മം വ്രജവാസികളുടെ മിത്രമായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗ്യം അവർണ്ണനീയം തന്നെ. 33 ശ്ലോകം. യേഷാം തു ഭാഗ്യമഹിമാച്യുത താവതാസ്താ ഏകാദശൈവ ഹി വയം വദ ഭൂരിഭാഗാഃ ഏതദ് ഋഷീകചഷകൈരസകൃത് പിബാമഹ ശർവാദയാങ്കൃതജമദ്വൃദാസവം തേ. അല്ലയോ നാശരഹിത, വ്രജവാസികളുടെ ഭാഗ്യാതിശയത്തെക്കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കാത്തതാകയാൽ അതവിടെ നിൽക്കട്ടെ. ഇന്ദ്രിയാനുഷ്ഠാന ദേവതകളായ ശിവൻ മുതലായ ഞങ്ങൾ 11 പേരുടെ ഭാഗ്യം ഏറ്റവും അതിശയിക്കത്തക്കതാകുന്നു. ഇന്ദ്രിയങ്ങളെ അധിവസിക്കാനുള്ള അധികാരം ഞങ്ങൾക്കു സിദ്ധിച്ചതിനാൽ ഞങ്ങൾ ഈ വ്രജവാസികളുടെ ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങളാകുന്ന പാനപാത്രങ്ങൾ കൊണ്ട് അങ്ങയുടെ പാദപത്മത്തിൽ നിന്നുത്ഭവിക്കുന്ന അമൃതരൂപമായ ആസവത്തെ എല്ലായ്പ്പോഴും പാനം ചെയ്യുന്നു. 34 ശ്ലോകം. തദ്ഭൂരിഭാഗ്യമിഹ ജന്മ കിമപ്യടവ്യാം യദ്ഗോകുലേഭി കഥമാംഘ്രിരജോഭിഷേകം യജ്ജീവിതം തു നിഖിലം ഭഗവാൻ മുകുന്ദസ്തുദ്യാപി യത്പദരജശ്രുതിമൃഗ്യമേവ. എനിക്ക് ഭാഗ്യം സിദ്ധിക്കണമേ. എന്തെന്നാൽ ഈ മനുഷ്യലോകത്തിൽ ഒരു ശരീരപ്രാപ്തി, അതിലും വെച്ച് ഈ വൃന്ദാവനത്തിൽ ഏതെങ്കിലും ഒരു വൃക്ഷമോ വള്ളിയോ ആയിട്ടുള്ള ഒരു ജന്മം, അതിലും വിശേഷിച്ച് ഈ ഗോകുലത്തിലുള്ളവരിൽ ഏതെങ്കിലും ഒരുവൻ്റെ കാലിലെ പൊടിയേൽക്കത്തക്കതായ ഏതോ വിധത്തിലുള്ള ഒരു ജന്മം എനിക്ക് സിദ്ധിക്കണം. ഈ ഗോകുലവാസികളുടെ ജീവിത സർവസ്വമായി ഭവിച്ചിരിക്കുന്നത് ശ്രീ ഭഗവാൻ മുകുന്ദനാകുന്നു. മുകുന്ദ സേവ തന്നെ ഇവരുടെ ജീവിത സർവസ്വമായി ഭവിച്ചിരിക്കുന്നു. അനന്യഭാവേന ഭഗവാനെ ഭജിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് മഹത്വം. അതിനാൽ ഗോകുലവാസികളോട് ചേർന്നിരിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു ജന്മം സിദ്ധിക്കത്തക്ക ഭാഗ്യമുണ്ടാകാൻ അനുഗ്രഹിക്കണമേ. 35 ശ്ലോകം. യേഷാം ഘോഷനിവാസിനാമുദ ഭവാൻ കിം ദേവരാതേദിനശ്ചേദോ വിശ്വബലാത്മലം ത്വദപരം കുത്രാപ്യയന്മുഹ്യതി സദ്വേഷാദിവ പൂതനാഭിസകുലാ ത്വമേവ ദേവാപിതാ യദ്ധാമാർത്തസുഹൃത്പ്രിയാത്മതനയ പ്രാണാശയാസ്ത്വത്കൃതേ. ഹേ ദേവ, അങ്ങ് അവർക്ക് എന്തൊരു ബലമാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് നിശ്ചയിക്കാൻ ഞങ്ങളുടെ മനസ്സ് വളരെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നിശ്ചയിക്കാൻ സാധിക്കാതെ മോഹിപ്പിക്കുന്നു. എന്തെന്നാൽ സമസ്ത കർമ്മങ്ങളുടെയും മഹാബലപ്രാപ്തി അങ്ങയെ പ്രാപിക്കലാണ്. അങ്ങിവർക്ക് അങ്ങയെ തന്നെ ദാനം ചെയ്യുമായിരിക്കാം. നല്ലൊരു വേഷം ധരിച്ചുള്ളിൽ കാപട്യം വഹിച്ചു കൊണ്ടുവന്ന് അങ്ങയെ എടുത്ത് സ്തന്യം നൽകിയ പൂതനയ്ക്കും അവളുടെ ബന്ധുവായ അകാസുരൻ മുതലായവർക്കും അങ്ങീ പദവി നൽകിയില്ലേ? അങ്ങനെയിരിക്കെ വ്രജവാസികൾ അവരുടെ സർവസ്വവും അങ്ങേക്കായി സമർപ്പിച്ച് അങ്ങയെ സേവിക്കുമ്പോൾ പൂതനാദികൾക്ക് നൽകിയതിനേക്കാൾ മഹത്തായ ബലം കൊടുക്കണം. അങ്ങനെയുള്ള ഒരു ബലം ഇല്ലാത്തതുകൊണ്ട് അങ്ങവർക്ക് കടക്കാരനെന്നുപോലെയിരിക്കുന്നു. അഹോ, ഗോപഗോപികളുടെ ഭാഗ്യവിശേഷം അതിശയനീയം തന്നെ. 36 ശ്ലോകം. താവത് രാഗാദയസ്തേനാസ്താവത് കാരാഗൃഹം ഗൃഹം താവന്മോഹംഗ്രി നിഗടോ യാവത് കൃഷ്ണനതേ ജനാഹ. ഹേ പരമാനന്ദ സ്വരൂപ, ഏതുവരെ ജനങ്ങൾ അങ്ങയാൽ സ്വീകരിക്കാതിരിക്കുന്നുവോ അതുവരെ മാത്രമേ
രാഗദ്വേഷാദിവൃത്തികൾ കള്ളന്മാരെന്ന പോലെ വിവേകമാകുന്ന ധനത്തെ മോഷ്ടിക്കുന്നുള്ളൂ. അതുവരെ മാത്രമേ ഗൃഹവും കാരാഗൃഹമെന്ന പോലെ ബന്ധനസ്ഥമായിരിക്കുന്നുള്ളൂ. അതുവരെ മാത്രമേ മോഹം പാദശൃംഖല പോലെ സംസാരത്തിൽ ബന്ധിക്കുന്നുള്ളൂ. അങ്ങെപ്പോൾ ഇവരെ സ്വകീയന്മാരായിട്ട് സ്വീകരിച്ചുവോ അപ്പോൾ അവരുടെ രാഗാദിവൃത്തികളൊക്കെയും അങ്ങയുടെ സേവാർത്ഥമായിട്ട് ഉപയോഗപ്പെടുന്നു. അതിനാൽ ഏകാന്തത്തിൽ രാഗാദികളെ ഭയപ്പെട്ടു വസിക്കുന്ന സന്യാസികളും ഘോഷാങ്കനകളും ഒരുപോലെയല്ല നിശ്ചയം. 37-ാമത്തെ ശ്ലോകം. പ്രപഞ്ചം നിഷ്പ്രപഞ്ചോപി വിഡംബയസി ഭൂതലേ പ്രപന്നജനതാനന്ദ സന്തോഷം പ്രതിദം പ്രഭോ. ഹേ പ്രഭോ, അങ്ങെല്ലാം ചെയ്യാൻ സമർത്ഥനാകുന്നു. പ്രപഞ്ചാതീതനായ അങ്ങ് ശരണാഗതന്മാർക്ക് പരമാനന്ദാധിക്യം വിസ്തരിച്ച് അനുഭവപ്പെടുത്താൻ വേണ്ടി പുത്രാദിരൂപേണ ഭൂതലത്തിൽ അവതരിച്ച് പ്രപഞ്ചത്തെ അനുസരിച്ചവൻ എന്ന പോലെ ക്രീഡിക്കുന്നത് സാധാരണമാകുന്നു. 38-ാമത്തെ ശ്ലോകം. ജാനന്തയേവ ജാനന്തു കിം ബഹൂത്യാനമേ പ്രഭോ മനസോ വപുഷോ വാചോ വൈഭവം തവ ഗോചരഃ. ഹേ പ്രഭോ, അങ്ങയുടെ മാഹാത്മ്യത്തെ അറിയുന്നവരുണ്ടെങ്കിൽ അവർ തന്നെ അറിയട്ടെ. എൻ്റെ നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ മാഹാത്മ്യ വൈഭവത്തെ കണ്ടറിയാനോ വാക്കുകൊണ്ടു പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ കഴിയുന്നതല്ല. വേദഗർഭനായ എൻ്റെ ത്രിവിധ കരണങ്ങൾക്കും വിഷയമല്ലാത്ത അങ്ങയുടെ വൈഭവത്തെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് നടിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിമാനാധിക്യത്തെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞതുകൊണ്ട് ബലമൊന്നുമില്ലാത്തതിനാൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 39-ാമത്തെ ശ്ലോകം. അനുജാനീഹി മാം കൃഷ്ണ സർവം ത്വം വേസി സർവദൃക് ത്വമേവ ജഗതാം നാഥോ ജഗതേ തത്തവാർപ്പിതം. അല്ലയോ നിത്യാനന്ദ സ്വരൂപനായ ഭഗവൻ, അങ്ങ് എല്ലാറ്റിനെയും കണ്ടുകൊണ്ടിരിക്കുന്നവനാകയാൽ അങ്ങയുടെ മഹിമയെയും ഞങ്ങളുടെ ജ്ഞാനൈശ്വര്യാദി ശക്തിയെയും എല്ലാം അങ്ങറിയുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നാഥൻ അങ്ങാവുന്നു. എൻ്റേതെന്ന് അഭിമാനിച്ചിരുന്ന ഈ ലോകത്തെയും ഈ ശരീരത്തെയും അങ്ങേക്കായിക്കൊണ്ട് ഞാൻ അർപ്പിക്കുന്നു. എന്നോട് ആജ്ഞാപിച്ചാലും അങ്ങയുടെ കിങ്കരനായിരിക്കുന്ന എൻ്റെ അപരാധം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. 40-ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ വൃഷ്ണികുല പുഷ്കര ജോഷതായിൻ ശ്മാ നിർജരദ്വിജ പശൂദധിവൃദ്ധികാരിൻ ഉദ്ധർമ്മശാർവരഹരക്ഷിതിരാക്ഷസദ്രുഗാകൽപമാർക്കമർഹൻ ഭഗവൻ നമസ്തേ. ഹേ നിത്യാനന്ദ സ്വരൂപ, വൃഷ്ണിവംശമാകുന്ന താമരയെ വികസിപ്പിക്കുന്ന സൂര്യമൂർത്തെ, ഭൂമി, ദേവന്മാർ, ബ്രാഹ്മണർ, പശുക്കൾ ഇവരാകുന്ന സമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രസ്വരൂപ, ധർമ്മം തെറ്റി നടക്കുന്നവരുടെ അധർമ്മമാകുന്ന അന്ധകാരത്തെ തീർക്കുന്ന സൂര്യചന്ദ്രസ്വരൂപ, ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന രാക്ഷസന്മാരെ നശിപ്പിക്കുന്ന ഭഗവൻ, സൂര്യാദി തേജോധാമങ്ങൾക്കും തേജസ്സിനെ നൽകുന്നവനാകയാൽ അവർക്കും പൂജ്യനായുള്ളവനെ, കൽപ്പകാലം വരെ അങ്ങേക്കു നമസ്കാരം. ബ്രഹ്മസ്തുതി സമാപിച്ചു. ഹരി ഓം.